ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു സംവാദം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന, തൻ്റെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ എന്തൊക്കെയോ വലിയ രൂപത്തിൽ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ജബ്ബാർ മാഷ്ടെ ഈ വിഷയത്തിലെ ആത്മാർത്ഥത എന്താണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ താൻ അറിഞ്ഞ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞേ പറ്റൂ. ചോദിക്കട്ടെ, കള്ളുകുടിക്കെതിരെ പ്രതികരിക്കേണ്ടതാരാ? കള്ളു കുടിക്കുന്നവരാണോ, കള്ളുകുടിയന്മാരാണോ പ്രതികരിക്കേണ്ടത്? അതല്ല കള്ളു കുടിച്ചാലേ കള്ളുകുടിക്കെതിരെ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാമൂഹ്യ പരിഷ്കരണമാണ്. അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു പരിഷ്കർത്താവാണ്. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ എതിർത്തൊരു വാക്കു പറഞ്ഞാൽ പോലും കഴുത്തിനു മുകളിൽ തല വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കത്തക്ക രൂപത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ചേകനൂർ മൗലവിയുടെ ഒക്കെ തിരോധാനം ഉണ്ടാകുന്നത് ആ സാഹചര്യത്തിലാണ്, 1993. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ പോലും ഈ ഒരു അന്ധവിശ്വാസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ഉറച്ചു നിൽക്കാൻ ആ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. ഒരു മോട്ടീവുമില്ല. സമൂഹത്തെ പരിഷ്കരിക്കണം, സാമൂഹ്യ പരിഷ്കരണം മാത്രമാണ് ലക്ഷ്യം. ഇപ്പോ അയ്യൂബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അയ്യൂബ് ഒരു കോമഡി താരമാണ്. എവിടെ പണം കിട്ടുമോ അവിടെ ചായും ചരിയും. ഇപ്പോ അയാള് ഇസ്ലാമിൽ നിന്നും യുക്തിവാദത്തിലേക്ക് വന്നു. ഇപ്പൊ യുക്തിവാദത്തിൽ നിന്നും തിരിച്ച് ദീനിലേക്ക് പോയി. അതുകൊണ്ടാണ് പരസ്പരം ചെളിവാരി എറിയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. ചില സത്യങ്ങൾ പറയുക തന്നെ വേണം. എനിക്ക് എറണാകുളത്ത് ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനോട് എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത്, എനിക്ക് 8 മക്കളുണ്ട്, മക്കൾക്ക് സ്കൂളിൽ അത് വാങ്ങാനില്ല, ഞാൻ യുക്തിവാദി ആയതുകൊണ്ട് എനിക്ക് വേറെ ഒരു വഴിയുമില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പണം കൊടുക്കും. പലപ്പോഴും അവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരോടും, ഒരു വെട്ടിക്കാട്ട് ഉമ്മർ മാഷ് മരിച്ചുപോയി, ആ മനുഷ്യനോടും അങ്ങനെ പലരെയും, എന്നെ അടക്കം സാമ്പത്തികമായി ചൂഷണം ചെയ്ത് പറ്റിച്ച് ജീവിച്ചു പോകുന്ന ഈ പറ്റിപ്പിനോട് ജബ്ബാർ മാഷ് അല്ലാതെ ആരെങ്കിലും സംവാദത്തിന് ഏൽക്കുവോ? അയാളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ലവലേശം പോലും ആത്മാർത്ഥതയില്ല എന്നത് നമുക്കറിയുന്ന വസ്തുതയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവനോട് എൻ്റെ മുമ്പിൽ ഒന്ന് വന്ന് നിൽക്കാൻ പറയൂ. വിശ്വസിച്ച് ചതിച്ച ഒരു കാപഠ്യക്കാരന്റെ മുഖം ഞാൻ പിച്ചി കീറിത്തരാം. ഒരു ചോദ്യം ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങൾ ആരെങ്കിലും ഒരു സുഹൃത്തിനോട് കുറച്ച് പണം വാങ്ങുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കുവാണ്, അതിന്റെ ലാഭം ഞാൻ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് ശരി നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു. എന്നിട്ട് അയാൾ പറയുവാണ്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ പണം എൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാൻ ഈ പണം നിങ്ങൾക്ക് തിരികെ തരും, ഞാൻ ആർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയണ്ട, നിങ്ങൾ എനിക്ക് തരിക. നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. എന്നിട്ട് വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ, അങ്ങനെയാണ് ഒരുപാട് കള്ളങ്ങളും കാപഢ്യങ്ങളും ചെയ്ത് ശീലമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. ഞാൻ ഇയാളെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു നമുക്ക് ഒരു ടൈം ടേബിൾ വേണമല്ലോ, ചെറിയ എന്തെങ്കിലും അവരെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി അത് തരിക. ഇയാൾ വന്ന് എന്നെ പറഞ്ഞു പറ്റിച്ച് എൻ്റെ കയ്യിൽ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ മിടുക്കല്ല, എൻ്റെ കഴിവുകേടാണ്. ഒടുവിൽ എൻ്റെ മോളോട് പറയുകയാണ്, അത് ചെക്ക് തരുന്ന ഒരു ഫോട്ടോ അങ്ങ് എടുത്തോ. ഫോട്ടോ എടുത്തു, പൈസയും കൊണ്ട് അവൻ പോയി. പിന്നെ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കൂല. പണത്തിനു വേണ്ടി ആരെയും എന്ത് പറയാനും ചെയ്യാനും ഏതു മറുകണ്ഠം ചാടാനും യാതൊരു മടിയുമില്ലാത്ത, നേരും നെറിയും ജീവിതത്തിൽ ലവലേശമില്ലാത്ത ഒരുത്തനാണ് ഈ അയ്യൂബ് എന്ന് പറയുന്ന മൗലവി. ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൗലവി പദം വേണ്ട, അധ്വാനിക്കാതെ ജീവിക്കാൻ ഏറ്റവും എളുപ്പമാണ് ഇസ്ലാം മത പ്രഭാഷണം, അതുകൊണ്ടാണ് ഞാനത് ഉപേക്ഷിച്ചത് എന്ന് പറയുന്നു. വീണ്ടും തിരിച്ചതിലേക്ക് തന്നെ പോയാൽ അതിന്റെ അർത്ഥം എന്താ? പറ്റിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് തന്നെയല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നിട്ട് അവനിപ്പോ ഒരു ഡിബേറ്റും കൊണ്ടുവരികയാണ്. അറബി ഭാഷ അറിയാത്ത ജബ്ബാർ മാഷിനെ ഇത്രയും കാലവുമുള്ള ഇസ്ലാം മത വിമർശനങ്ങളെല്ലാം 2 മിനിറ്റ് കൊണ്ട് അവനങ്ങ് ഇല്ലാതാക്കി തരാമെന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? 3 മണിക്കൂറായിട്ടും ആ പറയപ്പെട്ട 2 മിനിറ്റ് അരിച്ചെടുക്കാൻ കക്ഷിക്ക് കഴിഞ്ഞില്ലേ? എന്നാൽ
ഒരു ഡിബേറ്റിനും കൂടി അയ്യൂബ് ഒന്ന് തയ്യാറായിക്കോ. താങ്കൾ പറഞ്ഞില്ലേ 2 മിനിറ്റ്, 2 ഖുർആൻ വചനം കൊണ്ടു മാത്രം ഈ ഖുർആൻ മാനവ കുലത്തിനെന്നല്ല ലോകത്തിന് തന്നെ ഇത് ആവശ്യമില്ലാത്ത, മാനവികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ഗ്രന്ഥമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഇത് ആളാകുന്നതിന് വേണ്ടിയൊന്നുമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് DC ബുക്സ് സംഘടിപ്പിച്ച ഒരു ഡിബേറ്റില് ഞാൻ അന്നേരം പറഞ്ഞതാ, 3 മിനിറ്റ് കൊണ്ട് ഈ ഗ്രന്ഥം മാനവികതയുള്ളതല്ല എന്ന്, മാനവിക വിരുദ്ധമാണെന്ന് ഞാൻ തെളിയിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ഇപ്പൊ അണബി ഭാഷയും കൊണ്ട് വന്നേക്കു. അണബി ഭാഷ ജബ്ബാർ മാഷ് അറബി അറിയാത്തത് കൊണ്ട് ഇസ്ലാം മത വിമർശനം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുവാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? എല്ലാ മൗലവിമാരെയും കൂട്ടുപിടിച്ചിട്ട് എല്ലാ പരിഭാഷകളും പിൻവലിക്കടോ നിങ്ങളൊക്കെ. എല്ലാ ഖുർആൻ പരിഭാഷകളും തെറ്റാണെന്ന് പറഞ്ഞ് ഈ ഖുർആൻ പരിഭാഷകളൊക്കെ നിങ്ങൾ പിൻവലിക്കണം. ആ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് എന്താണ് ഖുർആനിന്റെ യഥാർത്ഥ അർത്ഥം, എന്താണ് അറബി ഭാഷ, ഇവനിറക്കട്ടെ ഗ്രന്ഥം, ഇവനിറക്കട്ടെ. ഈ അയ്യൂബ് എന്ന് പറയുന്ന ഈ കാപഠ്യക്കാരൻ ഇറക്കട്ടെ പുതിയ ഒരു പരിഭാഷ. പറ്റുമോ? ഇവൻ പറ്റിപ്പാണെന്നുള്ള കാര്യം ഇന്നും ഇന്നലെയും തെളിഞ്ഞതല്ല. കാരശ്ശേരി മാഷിനെ പറ്റിച്ചതു മാത്രമല്ല, എന്നെ പറ്റിച്ചതു മാത്രമല്ല, പുറത്ത് പറയാൻ നാണക്കേടും മാനക്കേടും മാത്രം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളെ സാമ്പത്തികമായിട്ട് പറ്റിച്ചും വെട്ടിച്ചും തന്നെയാണ് ഇവൻ ഇത്രയും നാളും പിടിച്ചു നിന്നിട്ടുള്ളത്. എന്റെ ഒരു സുഹൃത്തായ ഒരു ടീച്ചറിന്റെ കസിനാണ് ഇവനെ ഗൾഫിൽ കൊണ്ടുപോയത്. അവർക്കും ഇവൻ പണി കൊടുത്തു. എന്നിട്ട് ഇവനിപ്പോ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നേക്കുക. എന്തിനാ? മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നും അവരെ വിശ്വസിപ്പിച്ച് നിർത്തണമെങ്കിൽ ഈ ഒരു ഡിബേറ്റ് അനിവാര്യമായിരുന്നു. എന്തിന്? ഇവന്റെ വയറ്റിപ്പിഴപ്പാണിത്. ഇവൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വിശ്വാസികളെ ധരിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ വിശ്വാസത്തിലേക്ക് തന്നെ മടങ്ങി വന്നതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇവന്റെ കപട നാടകമായിരുന്നു ഈ ഡിബേറ്റ്. ഇതേ തന്ത്രം തന്നെ ഇവൻ യുക്തിവാദികൾക്കിടയിലും പറ്റി തെളിയിച്ചതാ. ഞാൻ സംവാദത്തിനൊക്കെ റെഡിയാണ് എന്ന് പറയുമ്പോഴേക്ക് മതവിശ്വാസികളൊക്കെ അങ്ങ് ഭയപ്പെട്ടു പോകുമെന്ന്. ഈ ഖുർആൻ ദൈവികമല്ല എന്ന് ഞാൻ തെളിയിക്കാം. അയ്യൂബ് ഡിബേറ്റിനുണ്ടോ? ഉണ്ടോ? ഒരു കാരുണ്യവാനായ പടച്ചിറബ് പറയാൻ പാടില്ലാത്ത പലതും ഇതിനകത്തുണ്ട്. ഇബ്ലീസും പടച്ചവനും ഒരാളാണെന്ന് ഞാൻ തെളിയിക്കാം. അയ്യൂബ് ഡിബേറ്റിനുണ്ടോ? ഉണ്ടോ? നീ ഒരു പച്ച കള്ളനാണെന്നും കാപഠ്യക്കാരനാണെന്നും സാമ്പത്തിക ചൂഷകനാണെന്നും ഞാൻ തെളിയിക്കാം. ഉണ്ടോ നീ ഡിബേറ്റിന്? നീ വിശ്വാസം ഉറച്ചവനല്ല, നീ കാപഠ്യക്കാരനാണ് എന്ന് ഞാൻ തെളിയിക്കാം. ഉണ്ടോ നീ ഡിബേറ്റിന്? ഉണ്ടോ? പറ്റുമോ നിനക്ക്? ഈ ഖുർആൻ ദൈവികമാണ് എന്ന് തെളിയിക്കാൻ നിനക്ക് പറ്റുമോ? അറബി ഭാഷയും പൊക്കി പിടിച്ചോണ്ട് വരിക അല്ലടോ. ആദ്യം വ്യാകരണമാണോ ഉണ്ടായത്, അതോ ഖുർആനിന് ഒപ്പിച്ച് വ്യാകരണം പിന്നീട് ഉണ്ടാക്കുകയാണോ ചെയ്തത്? ഒരു കളവ് കളവാക്കി ഒരൊറ്റ അടി അങ്ങ് അടിച്ചു. അയാള് ഭാഷയും കൊണ്ട് വരിക. ഖുർആനിലെ അധ്യായമുണ്ട്, സൂറത്ത് റഹ്മാൻ, കാരുണ്യവാന്റെ അധ്യായം. അതിനകത്ത് ഒരേ വാചകം തന്നെ 29 തവണയോ 31 തവണയോ ആവർത്തിക്കുന്നുണ്ട്. എന്തേ? വന്ന വഴിക്ക് പടച്ചോന്റെ തല എവിടെയെങ്കിലും മുട്ടിയോ? ലെവല് പോയോ പടച്ചോന്? ഒരേ വാചകം. എന്തിനാണ് അത്രയും തവണ അങ്ങ് ആവർത്തിക്കുന്നത്? എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളിൽ ഒരാള് നമ്മുടെ വീട്ടിൽ വന്നു, ചായയൊക്കെ കുടിച്ചു പിരിഞ്ഞു. 1000 രൂപ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഇതൊന്ന് നിന്റെ ഉമ്മാക്ക് കൊടുത്തേക്കണേ. ആ ശരി, കൊടുക്കാം. വാതിലിൽ ഇറങ്ങിയപ്പോ പിന്നെയും പറയണ ഇതൊന്ന് നിന്റെ ഉമ്മാക്ക് കൊടുത്തേക്കണം. ആ കൊടുത്തേക്കാം. വീണ്ടും ഗേറ്റിന് അവിടെ ഇറങ്ങിയപ്പോ ഇത് നിന്റെ ഉമ്മാക്ക് കൊടുത്തേക്കണേ. അപ്പൊ അവൻ ചോദിക്കൂല, ചേടാ എന്നെ ഇത്ര വിശ്വാസം ഇല്ലെങ്കിൽ അതെ ഒരു കാര്യം ചെയ്യും, ഉമ്മായി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അങ്ങ് കൊടുത്തോ, തിരിച്ചു തരില്ലേ? ഇത്രയും തവണ ആവർത്തിച്ച് 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 ഇതേത് രൂപത്തിലുള്ള ദൈവിക ഗ്രന്ഥമാണ്? ഇത് കാരുണ്യവാനായ പടച്ചിറബ് ആകാശത്ത് നിന്നിറക്കിയ ഗ്രന്ഥമാണോ?
ഇതിനകത്ത് വ്യാകരണ പിഴവുകളില്ലേ? ഉണ്ട്. 1000 വ്യാകരണ പിഴവുകൾ ഇന്ന് മുതൽ ഞാനത് തെളിയിച്ചു തരാം. ഖുർആനിനകത്ത് പരസ്പര വിരുദ്ധമായ വചനങ്ങളില്ലേ? ഉണ്ട്. ഞാനത് തെളിയിച്ചു തരാം. ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റി പറയാറില്ലേ പടച്ചോൻ? മാറ്റി പറയാറുണ്ട്. മാറ്റി പറയില്ല എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. സ്ത്രീലിംഗം വരേണ്ടിടത്ത് പുല്ലിംഗം വന്നിട്ടില്ലേ? ഉണ്ട്. ഉണ്ട്. മുഫ്രദ് വരേണ്ടിടത്ത് ജംഅ വന്നിട്ടില്ലേ? ഉണ്ട്. ഏകവചനം വരേണ്ടിടത്ത് ബഹുവചനങ്ങൾ വന്നിട്ടുണ്ട് ഖുർആനിൽ. ഒരുപാട് വ്യാകരണ പിശകുകൾ ഉണ്ട്. ഒരുപാട് അക്ഷര തെറ്റുകൾ ഉണ്ട്. ഖുർആനിനാരാ ഹറക്കത്തിട്ടത്? ആ ചിഹ്നവും ഈ ചിഹ്നവും ഊ ചിഹ്നവും കാര്യങ്ങൾ ആരാ ഇട്ടത്? അള്ളാഹു കാര്യങ്ങൾ ഇട്ടിട്ടായിരുന്നോ ഇങ്ങോട്ട് ഇറക്കിയത്? അല്ല. ഹജ്ജാജ് ബിൻ യൂസഫ്, മുആവിയയുടെ പരമ്പര, അക്രമകാരിയായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഹജ്ജാജ് ബിൻ യൂസഫാണ് ഖുർആനിന് ഹറക്കത്തിട്ടത്. അക്രമികാരിയായ ഭരണാധികാരി ഹറക്കത്തിട്ട ഖുർആൻ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും? മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടോ ഈ ഖുർആൻ? ഉമർ കണ്ടിട്ടുണ്ടോ? അബൂബക്കർ കണ്ടിട്ടുണ്ടോ? ഉസ്മാൻ കണ്ടിട്ടുണ്ടോ? പിന്നെ ആരുടെ തലയിലാണ് ഈ ഖുർആൻ വെച്ച് നിങ്ങൾ കെട്ടുന്നത് അയ്യൂബേ? ഇതൊന്നും അയ്യൂബിന് അറിയാത്തത് കൊണ്ടല്ല. അയ്യൂബിന് അവിടെ പിഴച്ചു പോകണം. അയ്യൂബിന് അവിടെ നിലനിന്ന് പോകണം. യുക്തിവാദികളെ എതിർക്കണമെങ്കിൽ മറ്റൊരു മുസ്ലിം പുരോഹിതനും പറ്റില്ല, എനിക്ക് മാത്രമേ പറ്റൂ എന്ന് തെളിയിച്ച് വിശ്വാസികൾക്കിടയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുക എന്ന തന്ത്രമായിരുന്നു ഇവിടെ അയ്യൂബ് പയറ്റ് തെളിയിച്ചത്. എന്നിട്ട് ജബ്ബാർ മാഷിനെ വെല്ലുവിളിക്കുക, സ്പഷ്ടമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഒരു മാനവികതയും ഇല്ലാത്ത ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന്. ഒരർത്ഥത്തിൽ അയ്യൂബിനെ പോലെ ഒരു പാടവിടെ വന്നത് നന്നായി. ഖുർആനിനെ കുറച്ചുകൂടി പിച്ചിക്കീറി വെയിലത്ത് വെക്കാൻ അത് ഉപകരിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് തെറ്റായ പദം, ഹർക്കത്തുകള്, ഇതൊക്കെ ഖുർആനിനകത്ത് എമ്പാടുമുണ്ട്. ഭാഷ, ആശയങ്ങൾ, കക്ഷി എന്തൊക്കെയോ പറഞ്ഞിട്ട് ജബ്ബാർ മാഷിനെ ഇട്ടങ്ങ് വട്ടം കറക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞത്? യൂട്യൂബിൽ പറഞ്ഞാൽ പോരാ, മാഷ് എന്താ പറഞ്ഞത്? ഇയാള് പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും. അതിനുത്തരം സ്പഷ്ടമായും കൃത്യമായും മാഷ് പറഞ്ഞു കഴിഞ്ഞു. യുക്തിവാദത്തിൽ നിന്നിട്ടും പറ്റിക്കുക, വിശ്വാസത്തിൽ നിന്നിട്ട് വിശ്വാസികളെയും പറ്റിക്കുക. അയാൾ വിചാരിച്ചു ഒരു യുക്തിവാദിയും ഇതൊന്നും തുറന്നു പറയില്ല. ആരെയൊക്കെയാടാ നീ സാമ്പത്തികമായി പറ്റിച്ചിരിക്കുന്നത്? ആരുടെയൊക്കെ പണം വാങ്ങിയാടാ മനസ്സില്ലാത്ത മുതൽ വാങ്ങി നീ നിന്റെ കുടുംബവും നക്കിയിരിക്കുന്നത്? കൈ നീട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ മടക്കി കൊടുക്കടാ. കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കക്കൂസ് പോരാൻ പോടാ. അതാടാ നല്ലത്. പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാൾ, കബളിപ്പിച്ച് ജീവിക്കുന്നതിനേക്കാൾ, കളവ് കാണിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. നിന്റെ ഭാര്യ മക്കളും ഒക്കെ അറിയുന്നുണ്ടോടാ നീ ഇങ്ങനെ പറ്റിച്ചാണ് ജീവിക്കുന്നതെന്ന്? എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിയില്ലടാ 2 ലക്ഷം രൂപ. എന്തിയടാ അത്? നീ മാന്യത ചമഞ്ഞു വലിയ സംവാദകനായിട്ട് വന്ന് ഇസ്ലാമിക വേദിയിൽ വന്ന് ഇരിക്കുന്നുണ്ടല്ലോടാ. നിന്നെ കൊണ്ടു നടക്കുന്നവന്മാർക്ക് ഉളുപ്പില്ലടാ. ജീവിതത്തിൽ ഒരു രൂപത്തിലുള്ള നെറിയുമില്ലാത്ത, ജെന്യൂനിറ്റി ഇല്ലാത്ത, സത്യസന്ധതയില്ലാത്ത, കണ്ടവന്റെ മനസ്സില്ലാത്ത പണം വാങ്ങി തിന്ന് വയറ് വീർപ്പിക്കുന്ന നീയൊക്കെ ഏത് രൂപത്തിലാടാ ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നേ? ഏത് രൂപത്തിലാടാ നീയൊക്കെ സംവദിക്കുന്നേ? നിന്റെ അറബി ഭാഷയിലെ പരിജ്ഞാനം ആ അബ്ദുൽ അലി മാഷിനെ കൊണ്ടുപോയി ഇരുത്തട്ടടാ. മാഷിന്റെ മുമ്പിൽ ഇരുന്ന് പറയാമോടാ നിന്റെ അറബി ഭാഷയിലെ പരിജ്ഞാനം? മാഷോട് പറഞ്ഞിട്ടുള്ള കള്ളത്തരങ്ങളും കളവുകളും എല്ലാം നമുക്കറിയാം, വളരെ കൃത്യമായിട്ടറിയാം. ആദ്യം യുക്തിവാദ വേദിയിൽ വന്നിട്ട് നീ സംവാദത്തിനിരിക്കുമ്പോൾ വിശ്വാസികൾ വന്ന് നിന്റെ കൊങ്ങായ്ക്ക് പിടിച്ചു നിർത്തിയതും റൂമിൽ അടച്ചു പൂട്ടിയിട്ടതും യുക്തിവാദികൾ ആ പണം കൊടുത്ത് കോംപ്രമൈസ് ചെയ്തതും ഒക്കെ അറിയാം. നാണമുണ്ടോടാ നിനക്ക്? എന്നിട്ടിപ്പോ വിശ്വാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യുക്തിവാദികളെ 2 മിനിറ്റ് കൊണ്ട് ഇവനങ്ങ് ഉണ്ടാക്കി കളയുമെന്ന്. വാടാ സംവാദത്തിന്. ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്ന് ഞാൻ തെളിയിക്കാം. നീ ഉണ്ടോ ഞാനുമായിട്ടൊരു സംവാദത്തിന്? പറ്റുമോ നിനക്ക്? ഈ ഖുർആൻ ദൈവികമായ ഗ്രന്ഥമാണോ? ഇത് ദൈവികതയുള്ള ഗ്രന്ഥമല്ല. ഇത് കാരുണ്യവാന്റെ വചനങ്ങളല്ല. ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ടുമില്ല. ഞാൻ തെളിയിക്കാം. നിനക്ക് പറ്റുമോ ഒരു ഡിബേറ്റിന്? അറബി ഭാഷയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. അതല്ലടാ, പ്രവാചകൻ ഏത് കോളേജിലാടാ പോയി വ്യാകരണം പഠിച്ചത്? പഠിച്ചോൻ അറിയാമോ അറബി ഭാഷ? അറിയാമോ? ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും ഉദ്ബോധനമായിട്ട് അയക്കുന്നത് ഒരു നാട്ടിലുള്ള ഭാഷയിലാ, ഒരു രാജ്യത്തെ ഭാഷയിലാ അയക്കുന്നത്. ലോകത്തുള്ള സകലമാന മനുഷ്യർ നമസ്കരിക്കുന്നത് അറബിയില്, പരലോകത്ത് ചോദ്യം ചെയ്യുന്നതും അറബിയില്.
ലോകത്ത് ഇത്രയധികം ഭാഷകൾ ഉണ്ടാകുമെന്ന് പടച്ചോൻ അറിയില്ലായിരുന്നോ? അതുകൊണ്ട് വിശ്വാസി സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഒരല്പമെങ്കിലും ജീവിതത്തിൽ നേരും നെറിയുമുള്ളവനെ വേണം ഇതുപോലെ സംവാദങ്ങൾക്ക് കൊണ്ടുപോയി ഇരുത്താൻ. അതല്ലെങ്കിലേ വിശ്വാസികളെ, യുക്തിവാദികളെ തറ പറ്റിക്കുന്നതിന് വേണ്ടി, യുക്തിവാദികൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും എന്തു മാർഗവും സ്വീകരിക്കുമെന്നും മറ്റുള്ളവർ മനസ്സിലാക്കി പോകും. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ നേരും നെറിയും വേണം, സത്യസന്ധത വേണം, അധ്വാനിച്ച് തിന്നാൻ പഠിക്കണം. അല്ലാതെ ആരാൻ്റെത് വാങ്ങി മനസ്സില്ലാത്ത മുതൽ തീട്ടം തിന്നുന്നത് പോലെ വാങ്ങി നക്കുകയല്ല ചെയ്യേണ്ടത്. എത്ര തവണ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തു, എത്ര തവണ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. എന്റെ ഫോൺ നമ്പർ അത് തന്നെയാ. ഒരിക്കലെങ്കിലും ഈ കള്ളൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് അവൻ നാസർ മാവൂരാനോട് പറഞ്ഞല്ലോ, അവൻ കമലാലയം രാജനോട് പറഞ്ഞല്ലോ. എന്തേ അവൻ വിശ്വാസികളായ ആളുകളോട് പറയാത്തത്? ശരിയാണ്, ഞാൻ ആ പെണ്ണൊരുത്തിക്ക് പലരും സഹായിച്ച പണം ഞാൻ പോയി പിടിച്ചു വാങ്ങുന്നത് പോലെ വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് നിന്റെ മക്കളും ഭാര്യയും ഒക്കെ അതിന്റെ അംശം വാങ്ങിച്ച് തിന്നില്ലടാ. ആരാടാ നേരും നെറിയുമുള്ളവര് നിന്റെയൊക്കെ കുടുംബത്തില്? നിന്റെ മോളെ നീ കെട്ടിച്ചു വിട്ടില്ലടാ, അവർക്കും കുടുംബം ഇല്ലേ? അവരൊക്കെ കേൾക്കട്ടടാ. വാപ്പ ഇങ്ങനെ പലരെയും പറ്റിച്ചുണ്ടാക്കുന്ന പണമാണ് കുടുംബത്തിൽ കൊണ്ടുവരുന്നതെന്ന്, ഇപ്പോഴും ആ പറ്റിപ്പാണ് തുടരുന്നതെന്ന് ഇത്രയും ഒന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, ഇത്രയും ഒന്നും പറയത്തുമില്ലായിരുന്നു. നിന്റെ ഈ കാപഠ്യമുണ്ടല്ലോ, ഈ കാപഠ്യം തുറന്നു കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അറബി ഭാഷ പരിജ്ഞാനവും കൊണ്ട് ഇറങ്ങിയേക്കുക യുക്തിവാദികളെ പറ്റിക്കാൻ. എടാ യുക്തിവാദികളെ, നിന്നെ വിശ്വസിച്ചത് കൊണ്ടല്ല, വിശ്വാസത്തെക്കുറിച്ച് നീ മനസ്സിലാക്കിയത് കുറച്ച് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അത്ര മാത്രമേ കരുതിയിട്ടുള്ളൂ. നിന്നെപ്പോലെ ഒരുത്തൻ ഇതിനകത്ത് ഈ പുഴുക്കുത്ത് പുറത്തു പോയപ്പോഴേ യുക്തിവാദികൾ കുറച്ചുകൂടി ഫ്രീ ആയി എന്നേ വിചാരിക്കുന്നുള്ളൂ. കാരണം നീ പലരെയും പറ്റിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കൂടി യുക്തിവാദികളുടെ തലയിൽ വരുമല്ലോ, അതില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യുക്തിവാദികളിൽ നിന്നും ഊറ്റാൻ പറ്റുന്നതെല്ലാം ഊറ്റി, കിട്ടാൻ പറ്റുന്നിടത്തോളം ഊറ്റി. ഇനിയിപ്പോ വിശ്വാസികളുടെ കയ്യിലാണല്ലോ പണം, ഇനി അവിടെ നിന്നാ കിട്ടുക. അധ്വാനിച്ച് ജീവിക്കടാ പോയി. നന്ദി.